Atalji does not ask to be remembered. He asks to be lived, he asks to be continued. His true tribute is not in stone or speech. His true tribute is not in stone or speech, but it is in conduct. To debate without bitterness, to govern without arrogance, and to differ without disdain. Were he amidst us today, he would not only measure India by power, but also by principle, because he knew that a true democracy endures not only by numbers, but also by norms, not only by victory, but also by values. And to conclude, like my friends here mentioned, let us all be guided by his final powerful declaration that Bharat, कोई भूमि का टुकड़ा नहीं है, वो एक जीता जागता राष्ट्र पुरुष है. ये वंदन की धरती है, अभिनंदन की धरती है. ये वंदन की धरती है, अभिनंदन की धरती है. ये अर्पण की भूमि है, ये तर्पण की भूमि है. हम जिएंगे तो इस भारत के लिए और मरेंगे तो इस भारत के लिए. और मरने के बाद भी गंगा जल में बहती हुई हमारी अस्थियों को कोई कान लगाकर सुनेगा तो एक ही आवाज आएगी, भारत माता की जय. താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്. ആ തീപ്പൊരി പ്രസംഗവും ശ്രേയയും ഇപ്പോൾ എനിക്കൊപ്പമുണ്ട്. ശ്രേയ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുന്നതാണെങ്കിലും അവിടെ ഉണ്ടാക്കാൻ പറ്റിയ ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും വളരെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം എനിക്കിതുപോലെ മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കോൾ വന്നപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് അൺബിലീവബിൾ ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇത് കണക്ക് പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനുമായിട്ട് അങ്ങ് തുടങ്ങി. എന്ത് സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു അവിടെ പാർലമെൻറ്റിലെ പഴയ സെൻട്രൽ ഹാളിൽ പ്രസംഗം നടത്തിയത്? നമുക്കിഷ്ടപ്പെട്ട സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നോ? ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നോ യുവർ ലീഡർ പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൽ എനിക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അടൽ ബിഹാരി വാജ്പേയിയെ പറ്റിയായിരുന്നു. അപ്പോൾ അടൽജിയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ ഭാഷകളിലാണ് അവിടെ ഈ പ്രസംഗിക്കാൻ അനുമതി കിട്ടിയത്? അതോടൊപ്പം എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര ആളുകൾ വരെ പങ്കെടുക്കുകയും ചെയ്തു? ഈ പ്രോഗ്രാമിൽ 36 സ്റ്റുഡൻസ് ആണ് മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഓൾമോസ്റ്റ് 700 സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് 36 കുട്ടികൾക്കാണ്. അപ്പം അതിലൊന്നാവാൻ പറ്റി. ഞാനിപ്പം MA ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർസ്യൂ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ റീഡിങ്ങും റൈറ്റിങ്ങും ഇതുപോലെ ഡിബേറ്റിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, ഇതൊക്കെ തന്നെയാണ് ഹോബീസ്. വീട്ടിലെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഏറ്റവും വലിയ സപ്പോർട്ട്, ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ എൻ്റെ വീട്ടിലെ പേരൻസിൻ്റെ സപ്പോർട്ടാണ്. പണ്ട് തൊട്ടേ എല്ലാ ഇവൻറ്റിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പ്രൈസ് കിട്ടോ ഇല്ലയോ എന്നതൊക്കെ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ എന്ന് ഉന്തിത്തള്ളി വിട്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ എൻ്റെ വീട്ടുകാർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.